77ാമത് കൂത്താട്ടുകുളം ബൈബിൾ കൺവെൻഷന്റെ വചന കേൾവിക്കായി നാടും നഗരവും ഒരുമിച്ചു. ലോകത്തെ സ്നേഹിക്കാനും ക്രിസ്തുവിന്റെ സമാധാനം പങ്കുവയ്ക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കൺവെൻഷന്റെ 4ാം ദിന ശുശ്രൂഷകൾ ടൗൺ ഹാളിൽ നടന്നത്. കൂത്താട്ടുകുളം ടൗൺ ചാപ്പലിലെ സന്ധ്യാപ്രാർത്ഥനയോടെ ആരംഭിച്ച കൺവെൻഷനിലെ ഗാന ശുശ്രൂഷ ഭക്തജനങ്ങൾക്ക് വേറിട്ട ആത്മീയ അനുഭവം പകർന്നു. വടകര മേഖല സൺഡേ സ്കൂൾ ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ജയ ടി ചാക്കോച്ചൻ തിരുവചന വായനയ്ക്ക് നേതൃത്വം നൽകി. വടകര മേഖല സുവിശേഷ സംഘം ഫിനാൻസ് കമ്മിറ്റി അംഗം ശാന്ത സക്കറിയ പ്രസംഗകനെ സ്വാഗതം ചെയ്തു. ഇന്ന് നമ്മളോട് വചനം സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് എത്രയും പ്രിയപ്പെട്ട ഗീവർഗീസ് ജോൺ പള്ളിക്കാരച്ചനാണ്. അദ്ദേഹം നമുക്ക് സുപരിചിതനാണ്. അച്ഛൻ ഇപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ബൈബിളിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ലോകമെമ്പാടും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അച്ഛനത് ജീവിതത്തിൽ എത്രയോ മുമ്പേ പ്രാവർത്തികമാക്കി കഴിഞ്ഞു. യൗവനത്തിലെ സൃഷ്ടാവിനെ അറിഞ്ഞ ഒരു യുവവൈദികൻ എന്നാണ് അദ്ദേഹത്തെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു ധ്യാനഗുരുവും സുവിശേഷ പ്രാസംഗികനുമായിരുന്ന അന്തരിച്ച ജോൺ വള്ളിക്കാട്ടിലച്ഛൻ്റെ, അതായത് അച്ഛൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്ന് അച്ഛൻ ഇന്ന് എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കുന്നു. അതോടൊപ്പം തന്നെ കാരമല സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് പള്ളിയിൽ വളരെ സുദൃഢമായ സേവനം ചെയ്യുന്നു. ഈ തിരക്കിനിടയ്ക്ക് 2 മണിക്കൂർ ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ് എടുക്കുവാനായിട്ട് ഓടി വന്നിരുന്ന അച്ഛൻ്റെ ആ സന്മനസ്സിനെ ഞാൻ തുടർന്ന് കാരമല സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി വികാരിയും വടകര മേഖല സുവിശേഷ സംഘം കൺവീനറുമായ ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ മുഖ്യ സന്ദേശം നൽകി. ഞങ്ങൾ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു വരുന്ന വിവിധങ്ങളായ വിഷയങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിന് എന്താണ് ആവശ്യം എന്നുള്ളതിനെ പറ്റിയുള്ള ധ്യാനങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നുമൊക്കെയാണ് ഈ തീം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അനേക ദിവസങ്ങളിലെ വെള്ളിയാഴ്ച ധ്യാനങ്ങളിലെ ചർച്ചകൾക്കും പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനുമൊക്കെ അടിത്തറയായ ഒരു വിഷയത്തിൽ നിന്നൊരു തീം ഉത്ഭവിക്കുമ്പോൾ ആ തീം എന്തുകൊണ്ടാണ് ഉത്ഭവിക്കപ്പെട്ടതെന്നും ആ സന്ദേശത്തിലൂടെ എന്താണ് ഈ ദേശത്തോട് സംവദിക്കാനുള്ളതെന്നും കൃത്യമായി പങ്കുവയ്ക്കപ്പെടുക എന്നുള്ളത് ഞങ്ങൾക്കാണ് അറിയാവുന്നത്. അതുകൊണ്ടാണ് ഈ സുവിശേഷ സംഘത്തിന്റെ പ്രവർത്തകനായിരിക്കുന്ന എന്നോട് തന്നെ ആ തീം കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് എന്ന് പങ്കുവയ്ക്കാനായിട്ട് ഒരു ദിവസം അച്ഛൻ സംസാരിക്കണം എന്ന് അഭിനന്ദ പിതാവ് ആവശ്യപ്പെട്ടു. പിന്നെ എന്റെ മനസ്സിലുള്ള രണ്ടാമത്തെ ഒരു ധൈര്യം, ഒന്ന് തിരുമേനി ആവശ്യപ്പെട്ടു എന്നുള്ള ധൈര്യവും, രണ്ടാമത്തെ ധൈര്യം ഈ കൂത്താട്ടുകുളം കൺവെൻഷന്റെ ഉപജ്ഞാതാവും ഇതിന് എല്ലാവിധ അടിത്തറ പാകിയ ബഹുമാനപ്പെട്ട കരോട്ടെ വീട്ടിൽ അച്ഛനാണ് നിരന്തരമായി ദേശത്ത് ബൈബിൾ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന ഈ ശുശ്രൂഷ നയിച്ചത്. എലിയാസേട്ടനൊക്കെ പറഞ്ഞ അറിവുകളിൽ നിന്ന് കരോട്ടെ വീട്ടിൽ അച്ഛൻ കൺവെൻഷന്റെ ഒരു ദിവസം നിർബന്ധമായും പ്രസംഗിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് നിരന്തരമായി നടത്തി വന്നിരുന്ന തിരുവചന പഠനങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രധാനപ്പെട്ട ചില ബോധ്യങ്ങൾ ആ ദേശത്തോട് അതിന്റെ വാർഷിക കൂട്ടായ്മയിൽ പങ്കുവെക്കാനുള്ള അതിന്റെ സംഘാടകരുടെ ഒരു ലക്ഷ്യമാണ് കരോട്ടെ വീട്ടിലച്ഛനെ കൊണ്ട് കൺവെൻഷന്റെ ഒരു ദിവസം നിർബന്ധമായി അദ്ദേഹം സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് എന്നും ഞാൻ മനസ്സിലാക്കുകയായി. അപ്പോൾ നിശ്ചയമായും അതേ ഉദ്ദേശം തന്നെയാണുള്ളത്. അതുകൊണ്ട് ഈ രാത്രിയിലെ സന്ദേശം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. നിങ്ങൾ വള്ളിക്കാട്ടിലച്ഛന്റെ പ്രസംഗം കേൾക്കാനല്ല ഇരിക്കുന്നത്, ഈ വർഷത്തെ സന്ദേശം ശ്രദ്ധിക്കാനാണ് ഇരിക്കുന്നത്. 4ാം ദിവസമായ ഇന്ന് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ എത്തി. മേഖലയിലെ വിവിധ പള്ളികളിലെ വൈദികരുടെ സാന്നിധ്യം ഏറെ അനുഗ്രഹപ്രദമായി.
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ മാറിപ്പോകുവാനും ലോകത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടുവാനും യുദ്ധക്കെടുതികൾ മൂലം പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാനുമായി ലോക സമാധാനത്തിനായുള്ള പ്രാർത്ഥന നിർവഹിച്ചു. 5 ദിവസങ്ങളിലായി നടന്നുവരുന്ന കൺവെൻഷൻ നാളെ സമാപിക്കും. നാളെ വൈകുന്നേരം 6:45 ഗാന ശുശ്രൂഷയോടെ കൺവെൻഷൻ ആരംഭിക്കും. കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് സന്ദേശം നൽകും. തുടർന്ന് നന്ദി പ്രകാശനവും ശേഷം ക്യാൻഡിൽ പ്രയറോടുകൂടി ഈ വർഷത്തെ കൺവെൻഷൻ സമാപിക്കും. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഷുവർ സർ. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടു കൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.